തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ തീപിടുത്തം. സ്റ്റേഷന്റെ പിൻവശത്തെ കവാടത്തോട് ചേർന്നുള്ള ബൈക്ക് പാർക്കിംഗ് ഏരിയയിൽ തീപിടിച്ച് നിരവധി മോട്ടോർ സൈക്കിളുകൾ കത്തിനശിച്ചു. സമീപത്തെ 600-ലധികം ബൈക്കുകൾ പ്രദേശത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. മരത്തിലേക്കും തീ പടർന്നു. സ്റ്റേഷന്റെ 2ാം ഗേറ്റിന് സമീപമാണ് സംഭവം. 2 മോട്ടോർ സൈക്കിളുകളിലായാണ് ആദ്യം തീ പടർന്നതെന്നും പിന്നീട് അത് അതിവേഗം പടരുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2ാം ഗേറ്റിലെ ടിക്കറ്റ് കൗണ്ടർ പൂർണ്ണമായും കത്തിനശിച്ചു. തീപിടുത്തത്തിന്റെ ഉറവിടം കണ്ടെത്തുവാൻ അന്വേഷണം ആരംഭിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. ഏതാണ്ട് 6:30 മണിയോടുകൂടി ആണ് ഇത് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പ്രാഥമികമായിട്ട് കാര്യങ്ങളിൽ നിന്ന് സമയത്തെക്കുറിച്ച് ഏതാണ്ടുള്ളൊരു ധാരണ ഉണ്ടാകുന്നത്. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. സത്യത്തിൽ ഇത്തരത്തിൽ ഉണ്ടായ അപകടങ്ങൾ ഗൗരവമായിട്ട് കാണാതെയല്ല, ഇത്തരത്തിലെങ്കിലും ഒരു ചുരുങ്ങിപ്പോയത് ഭാഗ്യം. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിവേഗം നടത്താൻ കഴിഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് വലിയൊരു സ്ഫോടനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. യഥാർത്ഥത്തിൽ 600-ലേറെ വാഹനങ്ങൾ ഇപ്പോൾ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. പെട്രോൾ ടാങ്കുകൾ ഉൾപ്പെടെ ഘടിപ്പിച്ചിട്ടുള്ള ബൈക്കുകളിൽ അതൊരു പൊട്ടിത്തെറിയിലേക്ക് വേറെ ഒരു അർത്ഥത്തിൽ കടന്നിരുന്നെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത വിധത്തിലുള്ള പ്രശ്നമായിരുന്നു. മാത്രമല്ല, ഒരു വർക്കിംഗ് ഡേ ആയിരുന്നെങ്കിൽ ഈ പ്ലാറ്റ്ഫോം മുഴുവൻ പാസഞ്ചർ ഉൾപ്പെടെയുള്ള ട്രെയിനുകളിൽ പോകേണ്ട ആളുകൾ കൊണ്ട് നിബിഡവുമായേനെ. ഇത്തവണ അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിൻ്റെ പ്രഭവകേന്ദ്രം എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ടുള്ളൊരു അന്വേഷണം തന്നെയാണ് ആലോചിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കമ്മീഷണറോട് ഏറ്റവും പെട്ടെന്ന് ഫോറൻസിക് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രാഥമികമായി റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായി കളക്ടറോട് ആ അന്വേഷണത്തെക്കുറിച്ച് നിരീക്ഷിക്കാനും പറഞ്ഞിട്ടുണ്ട്. പ്രാഥമികമായിട്ടുള്ള കമ്മീഷൻ റിപ്പോർട്ട് ലഭ്യമായാൽ അത് സംബന്ധിച്ച തുടരന്വേഷണങ്ങളോ വേറെ വ്യാപകമായിട്ടുള്ള അന്വേഷണങ്ങളോ വേണമെങ്കിൽ അങ്ങനെയും ആ കാര്യം നടത്തും. തൃശൂർ, ഒല്ലൂർ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് റെസ്ക്യൂ യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി വിശദമായി പരിശോധന നടത്തി.